ഇനി കാർഷിക വാർത്തകൾ. ഇന്ത്യയുടെ പയറുവർഗ ഇറക്കുമതി ഇടിഞ്ഞു. ഈ വർഷം ഇറക്കുമതി 1.46% കുറഞ്ഞ് 31.80 ലക്ഷം ടണ്ണിലെത്തി. 2026 ആദ്യ 6 മാസങ്ങളിൽ ഇന്ത്യയുടെ പയർവർഗ ഇറക്കുമതിയിൽ നേരിയ കുറവുണ്ടായി. മുൻവർഷം 32.27 ലക്ഷം ടൺ ആയിരുന്ന ഇറക്കുമതി 1.46% കുറഞ്ഞ് 31.80 ലക്ഷം ടണ്ണിലെത്തി. കടല, ഉഴുന്ന് എന്നിവയുടെ ഇറക്കുമതിയിലുണ്ടായ കുറവാണ് ഇതിന് കാരണം. അതേസമയം ഇതേ കാലയളവിൽ തുവരപ്പരിപ്പ്, ചുവന്ന പരിപ്പ്, മഞ്ഞപ്പട്ടാണി എന്നിവയുടെ ഇറക്കുമതി വർദ്ധിച്ചതായി ഇന്ത്യ പൾസസ് ആൻഡ് ഗ്രെയിൻസ് അസോസിയേഷൻ പുറത്തുവിട്ട റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു. തുവരപ്പരിപ്പിന്റെ ഇറക്കുമതി 43.34% വർദ്ധിച്ച് 5 ലക്ഷം ടണ്ണിലധികമായി. മൊസാംബിക്, ടാർസാനിയ, സുഡാൻ തുടങ്ങിയ ആഫ്രിക്കൻ രാജ്യങ്ങളിൽ നിന്നാണ് ഇതിന്റെ ഭൂരിഭാഗവും ഇറക്കുമതി ചെയ്തത്. ഈ വർഷം ആദ്യ പകുതിയിൽ ഉഴുന്നിറക്കുമതിയിൽ 19% കുറവുണ്ടായി. പരമ്പരാഗത വിതരണക്കാരായ മ്യാൻമാറാണ് ഏറ്റവും കൂടുതൽ അളവിൽ ഉഴുന്ന് നൽകിയത്. തൊട്ടു പിന്നാലെ ബ്രസീൽ, തായ്ലൻഡ് എന്നിവയും സ്ഥാനം പിടിച്ചു. ഓസ്ട്രേലിയയിൽ നിന്നുള്ള ചരക്ക് നീക്കത്തിലുണ്ടായ കുറവ് കാരണം ഈ കാലയളവിൽ കടല ഇറക്കുമതിയിൽ 45%-ലധികം ഇടിവുണ്ടായി. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV. നെല്ല് സംഭരണവും താങ്ങുവിലയും സംബന്ധിച്ച് സർക്കാർ പ്രഖ്യാപനമുണ്ടായില്ല. കർഷകർ ആശങ്കയിൽ. ഒന്നാം വിള നെല്ലു സംഭരണത്തിന്റെ രജിസ്ട്രേഷനും അപേക്ഷാ നടപടികളും തുടങ്ങിയെങ്കിലും സംഭരണ നയവും താങ്ങുവിലയും സംബന്ധിച്ച് സർക്കാർ പ്രഖ്യാപനമുണ്ടാകാത്തത് കർഷകരെ ആശങ്കപ്പെടുത്തുന്നു. ഓൺലൈനായി അപേക്ഷ നൽകാൻ ഓഗസ്റ്റ് 15 മുതൽ സെപ്റ്റംബർ 30 വരെയാണ് സമയം. കൃഷിച്ചെലവ് ക്രമാതീതമായി കൂടിയതും സംഭരണ വില സംബന്ധിച്ച കൃത്യമായ നയം രൂപവൽക്കരിക്കാത്തതും പ്രശ്നമാണ്. നെല്ലിന്റെ കുറഞ്ഞ താങ്ങുവില കേന്ദ്ര സർക്കാർ അടുത്തിടെ ക്വിന്റലിന് 72 രൂപ കൂട്ടി 2441 രൂപയാക്കി. ഈ ആനുകൂല്യം സംസ്ഥാനത്തെ സംഭരണ വിലയിൽ പ്രതിഫലിച്ചാൽ പോലും നെൽവില ക്വിന്റലിന് 3000-ൽ നിന്ന് 3072 രൂപയേ ആകൂ. കാലാവസ്ഥാ വ്യതിയാനം കൊണ്ടുള്ള നഷ്ടവും ഉൽപാദന ചെലവിന്റെ വർധനയും കണക്കാക്കുമ്പോൾ തുക മതിയാകില്ലെന്ന് കർഷകർ പറയുന്നു. സംഭരണ വില കുറഞ്ഞത് കിലോയ്ക്ക് 35 രൂപയായി, അതായത് ക്വിന്റലിന് 3500 രൂപയായി ഉയർത്തുക. കേന്ദ്രം പ്രഖ്യാപിച്ച താങ്ങുവില ആനുകൂല്യം പൂർണ്ണമായും കർഷകരിലെത്തിക്കുക. നെല്ല് സംഭരണത്തിന് റിവോൾവിംഗ് ഫണ്ട് രൂപവൽക്കരിക്കുക. പുഞ്ച സീസണിലെ കുടിശ്ശിക ഓണത്തിന് മുൻപ് വിതരണം ചെയ്യുക. താഴ്ന്ന പ്രദേശങ്ങളിലെ കൃഷിയിടങ്ങൾ സംരക്ഷിക്കാൻ പ്രത്യേക പദ്ധതി നടപ്പിലാക്കുക. നെല്ല് സംഭരണത്തിനും തുക വിതരണത്തിനും സ്ഥിര സംവിധാനം ഏർപ്പെടുത്തുക തുടങ്ങിയവയാണ് കർഷകരുടെ പ്രധാന ആവശ്യങ്ങൾ. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV. കേരളത്തിൽ രണ്ടാം ഭൂപരിഷ്കരണത്തിനുള്ള നീക്കങ്ങൾ സജീവമാക്കി സംസ്ഥാന സർക്കാർ. റബ്ബർ വിപണി വില 300 രൂപയാക്കി ഉയർത്തുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. കേരളത്തിന്റെ വികസനത്തിന് ഭൂമിയുടെ ലഭ്യത ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് രണ്ടാം ഭൂപരിഷ്കരണത്തിന് സർക്കാർ രൂപം നൽകുന്നത്. ഭൂനിയമങ്ങളിൽ ഭേദഗതി വരുത്തി രണ്ടാം ഭൂപരിഷ്കരണത്തിന് സർക്കാർ തുടക്കമിടുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ അറിയിച്ചു. പൂട്ടിക്കിടക്കുന്ന തോട്ടങ്ങൾ തുറക്കാൻ നടപടിയെടുക്കും. അവിടെ കാർഷിക വ്യവസ്ഥയ്ക്കും പരിസ്ഥിതിക്കും കോട്ടം തട്ടാത്ത രീതിയിൽ ടൂറിസം, മൾട്ടി ക്രോപ്പിംഗ് എന്നിവ പ്രോത്സാഹിപ്പിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. അധികാരത്തിലേറി 2 മാസത്തിനുള്ളിൽ തന്നെ നെൽകർഷകർക്കുള്ള അധ്വാന ഫലം ലഭ്യമാക്കാൻ നടപടിയെടുത്തു. റബ്ബറിന്റെ വില 200 രൂപയിൽ നിന്ന് 250 രൂപയായി ഉയർത്തിയത് വൈകാതെ 300 രൂപയാക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ഉൽപ്പന്നങ്ങൾക്ക് ന്യായവില ലഭ്യമാക്കാൻ മൂല്യവർധന നടത്തി ഉൽപ്പന്നങ്ങൾ കേരള ബ്രാൻഡ് എന്ന പേരിൽ വിപണിയിലിറക്കും. വിഴിഞ്ഞം തുറമുഖത്തിന്റെ സാധ്യതകൾ പ്രയോജനപ്പെടുത്തി ഇവ വിദേശത്തേക്ക് കയറ്റുമതി ചെയ്യാനുള്ള നടപടികൾ സ്വീകരിക്കുമെന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു. ഭൂമിയുടെ കാര്യക്ഷമമായ വിനിയോഗവും കർഷക താൽപര്യ സംരക്ഷണവും ഒരുമിച്ച് മുന്നോട്ട് കൊണ്ടുപോവുക എന്നതാണ് സർക്കാരിന് മുന്നിലെ പ്രധാന വെല്ലുവിളി. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV. എളുപ്പത്തിൽ സമ്പാദ്യം വളർത്താം. ഇന്ന് തന്നെ മൈഫിൻ TV ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.